അസർപ്പാ നീ നല്ല കുരുത്തം പൊരുത്തുള്ളവൻറാ. ഫസ്റ്റ് എന്റെ മംഗലം കാക്കാട് വന്നിട്ട് ചെല്ലില്ലേ, ഇനി നീ കണ്ടാളോടെല്ലാം പോയിട്ട് ഇതിങ്ങനെ മുസാർപ്പത്താക്കിയിട്ട് ആളും വാളും കൂട്ടിക്ക് നമ്മളെ കൊണ്ട് നിയന്ത്രിച്ചിറങ്ങല്ല. പിന്നെ കാക്കാടെ വന്നിട്ട് ബായാക്കി കൗജാക്കി നിന്നിട്ട് ഉമ്മ ചൂടായെങ്കിൽ ഞാൻ പിന്നെ മംഗലത്തിന്റെ അടുത്ത് കിഞ്ഞിട്ട് പോകും. പിന്നെ മെയിൻ അങ്ക് നിന്നോട് ചെല്ലാനുള്ളത്, മംഗലെല്ലാം കഴിക്കേണ്ട തന്നെ. കുറച്ച് ലേറ്റായിട്ട് ഇപ്പൊ നിനക്ക് പെണ്ണ് സെറ്റായില്ലേ, ഇനിയിപ്പോ ആടെ പോയിട്ട് നീ ഫസ്റ്റ് നിർത്തേണ്ടത് നിന്റെ ഈ ചിരിക്കപ്പെട്ട്. ഇതിങ്ങനെ ബാക്കി കുറെ ആടെല്ലാം പൊരിച്ചിരിക്കുക, അത് വീട്ടുഭാഗം ആടെ നിൽക്കണ്ട. ആരോട് ഈ ചെല്ലുന്നത് മെരുവനായി പോയി. അതായത് അൻസാറാ നീ ഇങ്ങനെ നടന്ന അൻസാർ നമ്മളെ അസർപ്പിന് വരെ പെണ്ണായി. നമ്മളെ തളങ്കര തെരുവത്തിന്റെ ഉള്ളിൽ പുതിയൊന്നും വന്നില്ല, കോർണിഷൻ വില്ല അറിഞ്ഞിട്ട്. ആടെ എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞ് അടുത്ത മാസം മംഗലം. നിന്നെ നീ കുക്കറിൽ വേവിച്ചെങ്കിൽ വരെ പോയാല നിന്റെ മംഗലം അപ്പുറം ഒന്ന് കാണുന്നത്. അല്ല ചർച്ച, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്റെ മംഗലം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തേ? അനക്കെന്താന് രണ്ട് ചോറ് കഴിച്ചാന്നല്ലാതെ വേറെ എന്ത്? അങ്ങനെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, നിങ്ങ ഇപ്പൊ മരിക്കുന്നേ എന്താ അങ്ങനത്തെ ഒരു വിഷയം? എനിക്ക് നിങ്ങളെ മൂന്നിന്റെ ചോറുന്നാൻ ആശയുണ്ട്. ലൗഡി മോനെ, നിങ്ങക്ക് എന്റെ മൂന്നിന്റെ ചോറ് തന്നെ ബേക്കാൻ. ചങ്ങായിമാർ, നിങ്ങൾ കാസർഗോഡ് ഏരിയയിൽ ബർത്ത്ഡേ എൻഗേജ്മെന്റ് പോലത്തെ സെലിബ്രേഷൻ വെക്കാൻ ചെറിയ ബഡ്ജറ്റിലുള്ള വില്ല നോക്കുന്നുണ്ടോ? എങ്കിൽ ഒന്നും നോക്കാണ്ട് നമ്മളെ തളങ്കര തെരുവത്ത് CH മുഹമ്മദ് കോയ റോഡിൽ റിവർ സൈഡിലുള്ള കോർണിഷൻ വില്ലയിലേക്ക് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യും. ഇനി നിങ്ങൾ ഫാമിലി എന്ത് സെലിബ്രേഷൻ ഉണ്ടെങ്കിലും കോർണിഷൻ വില്ലയിൽ വന്നു കഴിഞ്ഞാൽ 500 ആൾക്കുള്ള സെലിബ്രേഷൻ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതും നല്ല പാർക്കിങ്ങോട് കൂടി. കോർണിഷൻ വില്ലേന്റെ പ്രത്യേകത എന്താ ചങ്ങായിമാർ, പോയേണ്ട സൈഡ് ആയതുകൊണ്ട് നല്ല റിസോർട്ട് വൈബാണ്. അതും കൂടാണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലാണ് കൊടുക്കുന്നത്. ഇനി നിങ്ങളെ ഫാമിലി എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവരെ താഴെ നമ്പറിൽ ഇപ്പൊ തന്നെ വിളിച്ച് ബുക്ക് ചെയ്യും. ലൊക്കേഷൻ വരുന്നത് തളങ്കര തെരുവത്ത് മുഹമ്മദ് കോയ റോഡ്, കോർണിഷൻ വില്ല.